ഈ കാണുന്നത് ഒന്ന് ഇത് റൗട്ടർ UPS, ഇത് അഡാപ്റ്റർ UPS. അതായത് ഇത് റൗട്ടർ UPS, ഇത് അഡാപ്റ്റർ UPS. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൗട്ടർ കറണ്ട് പോകുമ്പോൾ നമുക്കറിയാം റൗട്ടർ പവർഡ് അപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് റൗട്ടർ UPS. റൗട്ടർ UPS എങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്? റൗട്ടർ UPS ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡത്തിൻ്റെ ചാർജർ നമ്മൾ കണക്ട് ചെയ്യുക. അതായത് മോഡത്തിൻ്റെ ചാർജർ നമ്മൾ പ്ലഗ് ചെയ്തതിന് ശേഷം ഈ ചാർജറിൻ്റെ പിന്ന്, അതായത് ചാർജറിൻ്റെ പിന്ന് നമ്മൾ ഈ ഒരു റൗട്ടർ UPSൽ കണക്ട് ചെയ്യും. എന്നിട്ട് റൗട്ടർ UPSൻ്റെ ഔട്ട് നമ്മൾ ആ ഒരു മോഡത്തിലും ONIലും കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു കണക്ഷൻ വരുന്നതായിട്ട് കാണാം. ഓൺ ചെയ്യുക. എന്നിട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം കണക്ഷൻ വരുന്നതായിട്ട് കാണാം. സോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇപ്പോൾ ത്രൂ ഈ ഒരു റൗട്ടർ UPS വഴിയാണ് നമുക്കിത് പവേഡ് അപ്പായി വരുന്നത്. അതായത് ഇവിടെ കറണ്ട് പോയാലും ഇൻ കേസ് ഇവിടെ നമ്മളിപ്പോൾ ഓഫ് ചെയ്തു, അതായത് ഓണായിരുന്നു, ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്താലും ഈ ഒരു റൗട്ടർ അപ്പോഴും പവേഡ് അപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതാണ് ഈ റൗട്ടർ UPS കൊണ്ട് ഉപയോഗിക്കുന്നത്. റൗട്ടർ UPS എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ ഇവിടെ ഈ ഒരു അഡാപ്റ്റർ UPS എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിപ്പോൾ രണ്ട് എക്യുപ്മെൻ്റാണ്. അതായത് നമ്മളിപ്പോൾ നമ്മൾ അഡാപ്റ്ററോട് കുത്തണം, അതിന് പുറമെ പിന്നെ ഈ ഒരു റൗട്ടർ UPS ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു റൗട്ടർ പവേഡ് അപ്പായി വരുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഇത് ഊരി, അതായത് നമ്മളത് ഓഫ് ചെയ്തു, റൗട്ടർ UPS ഓഫ് ചെയ്തു. ഇനി അഡാപ്റ്റർ UPS ഞാൻ കാണിച്ചു തരാം. അതാണ് അഡാപ്റ്റർ UPS. അപ്പോൾ ഈ അഡാപ്റ്റർ UPSൽ നോർമലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഡാപ്റ്റർ UPSും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലൈറ്റ് മിന്നണ കാണാൻ പറ്റും. സോ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് പ്ലഗ് ചെയ്യുമ്പോൾ നോർമലി ഇപ്പോൾ കാണാം അതിന് ലൈറ്റ് കത്തി, അതായത് അതും ചാലുവായിട്ടുണ്ട്. അഡാപ്റ്റർ UPSും ഇപ്പോൾ ഓണായി. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കറണ്ട് പോയെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളിവിടുന്ന് അഡാപ്റ്റർ UPS ഊരിയപ്പോഴും നിങ്ങൾക്കിവിടെ കാണാം ഇത് പവേഡ് അപ്പാണ്. സോ ഇതിപ്പോൾ ഒരു അഡാപ്റ്റർ ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ അതിന് UPS പർപ്പസ് ഉണ്ട്. അതായത് ഇതിൻ്റെ അതേ പർപ്പസ് തന്നെ, റൗട്ടർ UPSലുള്ള അതേ പർപ്പസ് തന്നെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ UPSലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുനടക്കാനും ഈസിയാണ്. അതുപോലത്തെ രണ്ട് എക്യുപ്മെൻ്റ് അവിടെ വരുന്നില്ല. അഡാപ്റ്റർ UPSും രണ്ടും വരുന്നില്ല. ഒറ്റ അഡാപ്റ്ററിൽ തന്നെ ഈ ഒരു പരിപാടി മൊത്തം നമുക്ക് ഈ ഒരു അഡാപ്റ്റർ UPSിൽ തന്നെ നടക്കും. സോ വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്, ടെക്നീഷ്യന്മാർക്കും കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഈ അഡാപ്റ്റർ UPS എന്ന് പറയുന്നത്. സോ ഇത്തരം വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.